പ്രിയപ്പെട്ട സാക്സപ്പാനിയുടെ പ്രേക്ഷകരെ, അപ്പൊ ഇന്ന് നമ്മുടെ കാഴ്ചകൾ ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. അവിടെയുള്ള രുചികരമായ ഭക്ഷണ വൈവിധ്യത്തിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വയനാടേക്ക് പോകുന്ന വഴി ഈങ്ങാപ്പുഴ ടൗൺ എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു കൊട്ടാരമുള്ളത്, രുചിയുടെ കൊട്ടാരം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാഴ്ചകൾ. ഇതിന്റെ മുമ്പ് ഇവിടെ വേറൊരു ഹോട്ടലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ സ്ഥിരമായിട്ട് വന്ന് മസാല ഷവായ കഴിക്കും. അപ്പൊ ഇവിടെ വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ആണ്, വലിയ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് അതിനൊക്കെ കാഴ്ചകൾ കാണാം. അപ്പോ ഇവിടെയുള്ള മസാല ഷവായ കഴിക്കാൻ ഞാനും എന്റെ ഫാമിലിയും വന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങള്, വിശാലമായ പാർക്കിങ്, അതുപോലെ തന്നെ ജ്യൂസ്, അങ്ങനെ എല്ലാം. അപ്പൊ ഇവിടുത്തെ എന്തൊക്കെ വെറൈറ്റികളുണ്ട്, എന്തൊക്കെ കാണാൻ, എന്തൊക്കെയുണ്ട് നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കാം. എന്തായാലും ഇതൊരു പരസ്യവാചകമൊന്നുമല്ല. നമുക്ക് ഈ ഹോട്ടലിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. എന്നിട്ട് ഈ ഹോട്ടലിനകത്തുള്ള രുചിയുടെ വൈവിധ്യങ്ങൾ, ഈ രുചിയുടെ കൊട്ടാരം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ എല്ലാ പ്രേക്ഷകരെയും നമുക്ക് ഈ കൊട്ടാരത വലിയൊരു കൊട്ടാരം തന്നെയാണ്, ഒരു കൊട്ടാര സമാനമായ വലിയ പാർക്കിംഗ് ഒക്കെ ഉള്ള ആർക്കും എന്താ പറയുക ഫംഗ്ഷനും ഒക്കെ നടത്താൻ പറ്റിയൊരു സംഭവം. ഇത് കണ്ടോ, വിശാലമായ പാർക്കിംഗ് കണ്ടോ, ഒന്നും പറയാനുള്ള വിശാലമായ പാർക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോ ഈ ഹോട്ടൽ കണ്ടാൽ വിചാരിക്കും, ഓ വലിയൊരു ഹോട്ടൽ കയറിയാൽ നടക്കുമോ എന്ന്. പക്ഷെ ധൈര്യത്തിൽ കയറാം. കാണാൻ കെട്ടിലും പാട്ടിലൊക്കെ ഗംഭീരാണ്, ഭക്ഷണവും ഗംഭീരാണ്, സർവീസ് ഗംഭീരാണ്, എല്ലാം. പക്ഷെ ഫുഡ് എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റ് ആണ്. സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഹൈയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കയറി കഴിഞ്ഞാൽ മനസ്സും നിറയും വയറും നിറയും. കാരണം ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ ഹോട്ടലിലുള്ളപ്പോൾ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. അവർ അറിവ് വെച്ചിട്ടാണ് ഇന്ന് വന്നപ്പോഴാണ് ഇത് സ്കൈലാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ രുചിക്കൊന്നും ഒരു വ്യത്യാസമില്ല. അന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഗ്രോത്ത് ആയിട്ടുണ്ടെന്നല്ലാതെ ഗംഭീരാണ്, ഒന്നും പറയാനും ഗ്രാമ കുറച്ചുകൂടി ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആ എക്സ്പീരിയൻസ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഇതാണ് അതിന്റെ ലോബി. ഫസ്റ്റ് കയറി ചെല്ലുന്നത് ഇവിടത്തേക്കാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എത്തിക്കാനാല് വിശാലമായ, നമുക്ക് മക്കളൊക്കെ ആയിട്ട് വരാൻ വന്നാലൊക്കെ നമുക്ക് നന്നായിട്ട് വലിയൊരു അവസ്ഥ വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഗംഭീരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർ സർവീസ് കറക്റ്റ് ആണ്. അവർ നമ്മളെ വന്നിട്ട് നമ്മുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പിന്നെ അവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇതിനുള്ളിലൊക്കെ ശരിക്കും ഞാനത് കൊട്ടാരം എന്ന് പറയാൻ പറ്റില്ല, ഊട്ടിയുടെ ഒരു കൊട്ടാരം തന്നെയാണ്. അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ഇത് ആ ഫസ്റ്റ് എൻട്രൻസ് കടന്നു പോകുന്ന ഫസ്റ്റ് ഏരിയ ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ചെറുങ്ങനെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ പിന്നെ ഫിഷ്, ബുക്ക്ഡ് ഫിഷ് ആണ്. അപ്പൊ അതിന് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഫിഷ് മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട്, ദോശ അടക്കമുള്ള എല്ലാ ഐറ്റംസും. മന്തിയൊക്കെ അസാധ്യ ടേസ്റ്റ് ആട്ടോ. മന്തിയൊക്കെ അതിന്റെ തൊട്ടടുത്തൊക്കെ മന്തിക്കടകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടുത്തെ മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറഞ്ഞ മുഹമ്മദ് ഖാ സർബത്തിന്റെ പല വേഷൻ ഇവിടെ ഉണ്ട്. മുഹമ്മദ് ഖാ സർബത്ത് ഉണ്ട്. അങ്ങനെ ഫുഡും ബീവറേജും അതുപോലെ തന്നെ സ്നാക്സും പിന്നെ ഡെസേർട്ടും എല്ലാം ഒരു കുടക്കീഴിലുള്ള ഗംഭീര സംഭവം, ഒന്നും പറയാനില്ല. ഇതൊക്കെ അവരുടെ പിന്നെ കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആണ്, അതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ. അപ്പൊ സ്കെയിലാർക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തത്, അല്ലാണ്ട് ഒരു മോശം വീഡിയോ ഒന്നും ചെയ്യല്ല. ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥാപനം. അപ്പൊ അവിടെ ഒന്നും അതിന്റെ മാറ്റം വന്നപ്പോൾ അതിന്റെ ഒരു വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്, സെൽഫിനകത്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഹാളിലൊക്കെ നല്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, കോഴിക്കോട് നിന്ന് വയനാടേക്ക് പോകുമ്പോൾ ഈങ്ങാപ്പുഴ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു ഇതുള്ളത്, സ്കൈലാർക്ക് ഉള്ളത്. അപ്പോൾ വയനാട് ഭാഗത്ത് വരുന്ന ആളുകൾക്കും കോഴിക്കോട് ഭാഗത്ത് വയനാട്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. നല്ല ഫുഡ് സ്പോട്ട് എന്ന് പറയുന്നത് മോശമാണ്, ഭക്ഷണത്തിന്റെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിരിക്കും. ഒരു ഫുഡ് പാലസ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയാ, ഇവിടെ ഒന്ന് ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആസ്വദിക്കും, ഗംഭീരായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഫാമിലി ആയിട്ട് വന്നായിരുന്നു. അപ്പൊ വൈഫൊക്കെ അപ്പുറത്തുണ്ട്, കുട്ടികൾക്ക് ഡിസൈനൊക്കെ വാങ്ങി കൊടുക്കാറ്. അപ്പൊ ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന സ്പോട്ടായിരുന്നു. ഇടക്കൊന്ന് അവര് ക്ലോസ് ചെയ്തിരുന്നത്, വീണ്ടും തുറന്നു. ഇപ്പൊ തുറന്നിട്ട് 5 ദിവസം എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഗംഭീരായിട്ടുണ്ട്, നല്ല സർവീസ്. അതിനായിട്ടുള്ള ആളുകൾ ഇവിടെ
വെൽ സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. അതും നല്ല സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ നല്ല ഗംഭീരാക്കിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതൊക്കെ ഫാമിലി ഡൈനിങ് ഒക്കെ ആണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഏരിയയിലായിരുന്നു ഞാനും ഭാര്യ ഇരുന്നത്, ഇതിന്റെ തൊട്ടപ്പുറത്ത് സെക്കൻഡ് റോയില്. അപ്പോൾ ഇതിന്റെ പിറകുവശത്താണ് കിച്ചണൊക്കെ കുറെ വിശാലമായ കിച്ചണാണ്. അപ്പോൾ സർവീസിന് പോകുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. ഇതാണ് അവരുടെ കിച്ചൺ വരുന്നത്. പിന്നെ കിച്ചണിൽ പോയിട്ട് വീഡിയോ അത് എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ഡിസ്റ്റർബ് ഉണ്ടായിട്ടാണ്. എന്നാലും കിച്ചൺ നല്ല വലിയ വിശാലമായ ഒരു കിച്ചണാണ്. അപ്പൊ നല്ല ഫുഡികളായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സ് നിറച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ ആളുകളാണ് ഷെഫും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളെ തന്നെ. നല്ല സർവീസ് ആട്ടോ, നല്ല ഗംഭീര സർവീസാണ്. അപ്പൊ ഇതിന്റെ ആംബിയൻസുകൾ കണ്ടോ, എന്ത് രസമല്ല ഇതിന്റെ ആംബിയൻസ്. അപ്പോൾ നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തരാൻ സുഖമല്ല. ഇത് അതിന്റെ ബാൻക്വറ്റ് ഹാളാണ്. നമുക്ക് ചെറിയ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ തന്നെ വിവാഹ നിശ്ചയം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തൊക്കെ നല്ല ഒരു വെറൈറ്റി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കനോപ്പി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫുഡ് കോർട്ടർ ഒക്കെ ഉണ്ട്. നല്ല സെറ്റിങ്സ് ആട്ടോ, എല്ലാം നല്ല അറേഞ്ച്മെന്റ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്കൈലാർക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമുക്ക് പിന്നെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ഹോട്ടൽ സമുച്ചയം തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു മൊത്തം പിന്നെ വിസ്തരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ബാങ്ക്വറ്റ് ഹാളിലുള്ള പിന്നെ ആ സെറ്റപ്പുകളാണ് നിങ്ങൾ കാണുന്നത്. ഫുഡിന്റെ കൗണ്ടറും അതിന്റെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്, തൊട്ടപ്പുറത്ത് തന്നെ ഹാളുണ്ട്. അപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഗെറ്റ് ടുഗദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഏറ്റവും നല്ലൊരു പിന്നെ ഏരിയ തന്നെയാണ് ഈ ഒരു ബാങ്ക്വറ്റ് ഹാൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒരു തൊട്ടടുത്ത് നീങ്ങാപ്പുഴയുടെ തൊട്ടടുത്ത് സ്കൈലാർക്കിന് തൊട്ടടുത്ത് തന്നെ കുറെ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. കുറെ ടൂറിസ്റ്റ് സ്പോട്ട്, നോളജ് സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വനപർവം, അങ്ങനെ കുറെ പിന്നെ തുഷാരഗിരിക്ക് പോകുന്ന വയ്ക്കാം. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്ത ഞങ്ങൾക്ക് കിട്ടി. ഇതിപ്പോ സംസാരം കുറക്കേണ്ടി വരും, കാരണം ഞങ്ങളുടെ ഫേവററ്റ് ആണ് ഇവിടുത്തെ മസാല ഷവായ. അതൊന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ആണ്. ചെറിയ പൈസയേ ഉള്ളൂ, വലിയൊരു എമൗണ്ട് ഒന്നും വരില്ല. നമ്മൾ ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ലുക്കെല്ലാം കണ്ടിട്ട് ഇവിടെ കയറിയിട്ട് ഈശ്വരാ വലിയ പൈസ ആവുമോ, ആധാരം പണയം വെക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒന്നും വേണ്ട, ചെറിയ പൈസയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഫുൾ പിന്നെ മസാല ഷവായാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ മസാല ഷവായിയെ അത് പിന്നെ മീറ്റിന്റെ പീസും അതിന്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയും, മസാല ഷവായുടെ ഒരു ഗ്രേവി ഉണ്ട്, ആ ഗ്രേവിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടെന്നൊരു ടേസ്റ്റ് ഉണ്ട്. അത് പ്രത്യേകം എന്താ പറയുക, വല്ലാത്തൊരു ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ കുബൂസൊക്കെ വളരെ ഇതാണ് ആ പറഞ്ഞ ഗ്രേവി ഈ ഷവായുടെ കൂടെ കിട്ടുന്ന. ഈ ഷവായുടെ കൂടെ ഇതും മീറ്റും കൂടി മിക്സ് ആയി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അതുകൂടെ കുബൂസ് കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു ആട്ടപ്പൊറോട്ട, പിന്നെ ആട്ടപ്പൊറോട്ടയുടെ ഗ്രേവി എല്ലാം ഫുഡ് ഗംഭീരാണ്. ഞാൻ 100% ഗ്യാരണ്ടി പറയാണ്. വൃത്തിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും 100% ഗ്യാരണ്ടിയാണ്, ഗംഭീരാണ്. എന്തായാലും എന്റെ ഫാമിലിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫുഡെല്ലാം കഴിച്ചു, ഇന്ന് റിലാക്സ് ആയി. അപ്പൊ ഏതായാലും പിന്നെ റിലാക്സ് ഒക്കെ ആയി. അപ്പോൾ ഓള് പുറത്ത് ലോബിയിലേക്ക് പോയിട്ടുണ്ട്. പുറത്തായി സിറ്റിങ്ങിലേക്ക് ഇരിക്കാൻ നല്ല രസമാണ്. ഇത് പുറത്ത് ആ ഒരു ജ്യൂസും കാര്യങ്ങളും സ്നാക്സും ദോശയൊക്കെ വെക്കുന്ന ലൈവ് കടീൻ്റെ അടുത്തുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വൈഫ് ഇവിടെ ഉണ്ട്, ഫ്രണ്ടിലിരുന്ന് മക്കൾക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഫ്രണ്ട് ഏരിയ. ഫ്രണ്ട് ഏരിയ ഒക്കെ നല്ല രസമുണ്ട്. ഒരുപാട് പാർക്കിംഗ് ഇവിടെ ഉണ്ട്, ബാക്ക് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സൈഡിലും നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് അവരുടെ ജ്യൂസ് കൗണ്ടർ വരുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ലൈവ് പിന്നെ അവിടെ വേറെ ഉണ്ട്. അവിടെ ദോശ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. 24 hours ആണ്. 24 hours ആണ്. ഇത് 12 മണിക്ക് തുറക്കുന്ന പറഞ്ഞത്. 12 മണിക്ക് തുറന്ന് പിന്നെ 24 hours ആണ്. ഇത് അവരുടെ ജ്യൂസ് അതുപോലെ തന്നെ സ്നാക്സിന്റെ ഒക്കെ സെക്ഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവരിവിടെ LED ഡിസ്പ്ലേയിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ഈ വഴിക്ക് പോകുന്ന ആളുകൾ നല്ലൊരു ഫുഡ് അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറാം. എന്തായാലും കയറിയാലും നഷ്ടാവൂല. വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല. ഒരു വലിയ ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക ചില്ലും പാട്ടൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയ ആണ്. അടിപൊളിയാണ്, മോശമൊന്നുമില്ല. ഇത് അവരുടെ ലൈവ് കൗണ്ടറാണ്. ഇതാണ് സ്കൈലാർക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഒരുപാട് റാഹത്തായി. അപ്പോൾ ഞങ്ങൾ ഇത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഒരുപാട് ലേറ്റായി. പക്ഷെ 11 മണി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് 30 കിലോമീറ്റർ നാട്ടിലേക്ക് ബൈക്കും എടുത്താൽ വന്നത്. ചെറിയ മഴക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് പറഞ്ഞു, അഫോർഡബിൾ പൈസയേ ഉള്ളൂ, നമ്മൾ ചുമ്മാ പറയില്ലല്ലോ. ഈ മെനു കാർഡ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഈ മെനു കാർഡിൽ അവരുടെ എല്ലാ ഡീറ്റെയിലും, ഡെസേർട്ടിൻ്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫുഡിൻ്റെ ആയിക്കോട്ടെ ഡീറ്റെയിൽ മൊത്തം ഈ മെനു കാർഡിലുണ്ട്. ഈ മെനു കാർഡ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. വളരെ എന്താ പറയുക, പിന്നെ ഈ ഒരു ആംബിയൻസിനനുസരിച്ചുള്ള റേറ്റ് ഒന്നും അവർ എടുക്കുന്നില്ല. അപ്പം കണ്ണും പൂട്ടി നമുക്ക് ഇവിടെ വരാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ലൊരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വേണ്ടി ഇറങ്ങുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു വ്ളോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.